നമുക്ക് ഇപ്പോൾ അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അമൽ, വിജയം എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നൊന്നര വിജയം, ഇത്രമാത്രം UDF ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. കാറ്റല്ല, കൊടുങ്കാറ്റല്ല, അതിനപ്പുറത്തേക്ക് ശക്തിയുള്ള എന്തെങ്കിലും കാറ്റുണ്ടെങ്കിൽ ആ കാറ്റാണ് കേരളത്തിൽ വീശിയത്, ആ തരംഗമാണ് അലയടിച്ചതെന്ന് നിസ്സംശയം. അതും രാവിലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നേരത്തെ പൂജ സൂചിപ്പിച്ച പോലെ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ NDA സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടുകൾ തുറക്കാനായി താമര വിരിയിക്കുന്നതിന് പകരം താമരകൾ തന്നെ 2-3 താമരകൾ തന്നെ വിരിയിക്കാനായി എന്നുള്ളതാണ്. വോട്ടെണ്ണി തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ട്രെൻഡ് വ്യക്തമായതാണ്. UDF ഒരു മിന്നും വിജയത്തിലേക്ക് പോകുന്നുവെന്ന്. പക്ഷേ അത് ഇത്രത്തോളം പോകുമെന്ന് UDF നേതാക്കൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഒരു UDF സുനാമി ആഞ്ഞടിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആഞ്ഞടിച്ചെത്തിയ തിരമാലയിൽ ഇളകാത്ത പല ഇടത് കോട്ടകളും തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെങ്കോട്ടകളിലേക്ക് കടന്നു കയറാൻ UDFനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFന് കടന്നു കയറാൻ കഴിയാതിരുന്ന ചിറയൻകീഴ്, വാമനപുരം, അതോടൊപ്പം തന്നെ കോങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിലേക്കൊക്കെ കടന്നു കയറാൻ കഴിയുന്നു. തൃക്കരിപ്പൂരിൽ വിജയിക്കാൻ കഴിയുന്നു. അങ്ങനെ UDF ആ മേഖലകളിലെല്ലാം നേട്ടമുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 ദശകങ്ങളായി ഇത്തവണത്തെ പൂജ പറഞ്ഞ പോലെ വിസ്മയങ്ങളുടെ വിജയമാണ്, വിസ്മയമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. TK ഗോവിന്ദൻ, നല്ല രീതിയിലുള്ള മാറ്റം ഞങ്ങൾക്ക് ആദ്യമേ പ്രകടമായിരുന്നു. സ്വാഭാവികമായിട്ടും CPM വിട്ട് വന്ന മാഷയ്ക്ക് എത്ര വലിയൊരു സ്വീകരണമാണ് ഇവിടുത്തെ UDF നൽകിയത്? തീർച്ചയായും UDF വളരെയധികം ആവേശത്തോടെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ തളിപ്പറമ്പിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ലീഗിൻ്റെ പ്രവർത്തകന്മാർ, UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ, അവരെല്ലാം വലിയ ആവേശത്തിലാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനൊരു പാർട്ടിയിൽ നിന്ന് മാറി വന്നിട്ടുണ്ടെങ്കിലും മാറി വന്ന ഒരാളായിട്ടല്ല അവർ കരുതിയത്. ഞാൻ തികച്ചും ഇവരെല്ലാം ഒരു ആവേശമായി മാറുകയും അതിനനുസരിച്ച് ആത്മാർത്ഥമായിട്ട് അവരെ സ്വീകരിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇളകില്ല എന്ന് പറയുന്ന കോട്ടയാണ് ഇപ്പോൾ ഇളകിയിട്ടുള്ളത്. അതെ, അത് അങ്ങനെ ഒരു കോട്ട ഇല്ലാന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. ഈ ഒരു കോട്ട മാത്രമല്ല, കേരളത്തിൽ അങ്ങോട്ട് ഇപ്പോൾ എത്ര കൃത്യമായിട്ടല്ലേ 10-35 സീറ്റിലായി ഒതുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു കോട്ട മാത്രമല്ല, കോട്ട കുറേ ഇളകിയിട്ടുണ്ട്. ആ ഇളകിയതിനെ കുറിച്ച് പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ. നമുക്ക് പാർട്ടിയെ പരിശോധിച്ച് തിരുത്താൻ തയ്യാറായാൽ അത്രയും നല്ലത്. TK ഗോവിന്ദന്റെ പ്രതികരണമാണ് കേട്ടത്. 1970 ശേഷം തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള വലിയ പരാജയമാണ് LDFനെ CPMനെ സംബന്ധിച്ചിടത്തോളം. CPMന്റെ കോട്ട എന്ന് പറയുന്ന കോട്ടക്കുത്തളങ്ങൾ എന്ന് പറയുന്ന ആ കോട്ടകളൊക്കെ പൂർണ്ണമായിട്ടും പൊളിഞ്ഞ്, അതായത് കോട്ടയൊന്നുമില്ല, ഏത് കോട്ടയും ഞങ്ങൾ നിലപരിശാക്കും. ഫാത്തിമ തെഹ്ലിയ, കടമനിട്ട് രാമകൃഷ്ണന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഫാത്തിമ നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ച് നമ്മൾ കണ്ടു. ഏത് കോട്ടയും, ഒരു കോട്ട തന്നെയും നമുക്ക് ഇളക്കാൻ പറ്റാത്തതില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ആ കോട്ടയും തകർത്തുകൊണ്ടാണ് TK ഗോവിന്ദൻ നിയമസഭയിലേക്ക് എത്തുന്നത്. CPMന്റെ സംസ്ഥാന സമിതി അംഗം പതിറ്റാണ്ടുകളോളം. അതെ, അങ്ങനെ നമ്മൾ അമലിലേക്കൊന്ന് സംസാരിച്ചു പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഓരോ ഇടത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വിജയ കാഴ്ചകളാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ കോഴിക്കോട്ടെയൊക്കെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പോലും, എവിടെയാണെങ്കിൽ പോലും 102 എന്നുള്ളൊരു സംഖ്യ അത് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരാൻ പാകത്തിനുള്ളത് നേരത്തെ സതീശൻ പറഞ്ഞതാണ്. ആ 100 തൂക്കി തുഫാൻ അടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ 100 തൂക്കിയിരിക്കുകയാണ്. ഇനി എല്ലായിടത്തും ആഘോഷമാണ്. നമ്മൾ നേരത്തെ തന്നെ പുറത്തേക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി മഞ്ചൂരിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഇക്കൊല്ലം പിണറായി വീട്ടിലിരിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തൂക്കി എന്ന് VD സതീശൻ ആ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ എഴുതിയ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ, മറ്റാരുണ്ടെന്ന് ചോദിച്ചില്ലേ, ഞങ്ങളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ. ടീം UDF കേരളം വിജയിച്ചു, ഇനി UDF നയിക്കും എന്നുള്ളതാണ്. ടീം UDF ആയി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കടന്നതിന് ശേഷം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ടീം UDFന്റെ ടീം വർക്ക് തന്നെയാണ് ജനം മനസ്സിലാക്കിയതെന്ന് വേണം ഈ വലിയൊരു മാർജിനിൽ, വലിയൊരു സംഖ്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമൽ തേനംപറമ്പിൽ തുടരുന്നുണ്ടല്ലേ? മനോഹരമായൊരു ദൃശ്യം. അത് 22 സീറ്റുകൾ ലീഗിന്റെ തേരോട്ടമാണ് നമ്മൾ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ സർവകാല റെക്കോർഡ് അല്ലെ, 85,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് വിജയിച്ചേരുന്നത്. ഇപ്പോൾ ലീഗിന്റെ ഒരു സർവാധിപത്യം തന്നെ ഉണ്ട്. ലീഗ് എല്ലായിടത്തും മത്സരിച്ചെടുത്തൊക്കെ വിജയിക്കുന്നു. അപ്പൊ തന്നെ ലീഗ് വളരെ ഒരു പകുതി സമയമായപ്പോഴത്തേക്കും PMA സലാമാണ് എന്ന് തോന്നുന്നു അല്ലെ. ആ ഒരു സ്റ്റേറ്റ് കാറിന്റെ ഫോട്ടോ ഒക്കെ പങ്കുവെച്ച് നമ്പർ 2 എന്നുള്ള സ്റ്റേറ്റ് കാറിന്റെ ഫോട്ടോ ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആ ദൃശ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. കുതിരപ്പുറത്ത്
അശ്വാരൂഢം അല്ലേ? ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ലീഗിന് കൂടി, അതായത് ലീഗിന്റെ ഈ UDF കോൺഗ്രസിൽ പല തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനൊക്കെ വലിയ ഘടകമായിരുന്ന മുസ്ലിം ലീഗാണ്. ഇപ്പോൾ ലീഗിന്റെ ആഘോഷം, ലീഗ് പ്രവർത്തകന്റെ ആഘോഷമാണ് നമ്മൾ കാണുന്നത്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെ വിജയിക്കുന്നു പറഞ്ഞു അവിടെയൊക്കെ വിജയിച്ച് അമൽ തേനം പറമ്പിലുണ്ട്. അമൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. അമൽ, ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ആഘോഷ കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. എല്ലായിടത്തും ആഘോഷമാണ്. എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ തന്നെ ഏറെക്കുറെ കുറച്ചങ്ങോട്ട് സമയം വന്നപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നലെ വൈകുന്നേരം പന്തലിട്ടു. അതെ, ഇന്ദിരാഭവന് തൊട്ടു മുന്നിലായിട്ട് പോകുന്ന സൈഡിൽ കൂടെ ഒരു ഓട്ടോ പോയപ്പോൾ അതിനെ ഇവരെ കൈ കാണിച്ച് നിർത്തിയിട്ട് ലഡ്ഡു ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ അത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയതായിരുന്നു. പൂജ, UDFകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കോൺഫിഡൻസ് ലെവൽ ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് ഇന്നാണ്. കാരണം ഇന്നലെ ഈ KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഒരു പന്തലിടുന്നു, പായസത്തിനുള്ള ചെമ്പ് ഓർഡർ ചെയ്യുന്നു, അങ്ങനെ ലഡു ഓർഡർ ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അവർ ചെയ്തു വെച്ചിരുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിച്ചതേയില്ല. സർവേ ഫലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വിജയം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞപ്പോഴും ഒരു 90 സീറ്റ്, 95 സീറ്റൊക്കെയാണ് മിക്ക നേതാക്കളും പറഞ്ഞത്. അതിനും അപ്പുറത്തേക്ക് സെഞ്ചുറി കടന്നു പോകുമെന്ന് കരുതിയിരുന്ന നേതാക്കളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ലീഗിന്റെ ഒരു സാന്നിധ്യം, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്, RSP, ഈ 3 കക്ഷികളുടെ കാര്യം കൂടി പറയാതെ വയ്യ. എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ UDFന് സെഞ്ചുറിയും കടന്ന് 102ലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലീഗ് മത്സരിച്ചത് 27 സീറ്റിൽ 22 സീറ്റിൽ ലീഗിനെ വിജയിച്ച് കയറാനായി. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മത്സരിച്ചത് 8 സീറ്റുകളിൽ 7 സീറ്റിലും അവർക്ക് MLA-മാരെ വിജയിപ്പിക്കാനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. RSPയുടെ കാര്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോകുന്ന രാഷ്ട്രീയ പര്യവസാനം കുറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വിലയിരുത്തപ്പെട്ട ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്നും 3 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൽ ഷിബു ബേബി ജോണും അതോടൊപ്പം തന്നെ കുന്നത്തൂർ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇരവിപുരത്തെ വിജയമാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അത് ഇടത് കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. ആ കോട്ടയും പൊളിച്ച് RSPക്കും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വാമനപുരമൊന്നും ഒരിക്കലും അട്ടിമറിക്കപ്പെടില്ല എന്ന് CPM കരുതിയിരുന്ന സ്ഥലം. വാമനപുരത്ത് തിരിച്ചടി ഉണ്ടാകുന്നു. നെയ്യാറ്റിൻകരയിൽ ആൻസലിനെ പോലെ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു MLA പരാജയപ്പെടുത്തി N ശക്തൻ അവിടെ വിജയിച്ചു വരുന്നു. അങ്ങനെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു. വട്ടിയൂർക്കാവ് പോലെ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി തിരുവനന്തപുരത്ത് നിലനിൽക്കുകയാണ്. കൊല്ലം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിലൊരു ചിത്രം പരിശോധിച്ചാൽ ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം, വയനാട്, മലപ്പുറം 4 ജില്ലകളിൽ CPM-നെ വയനാട്ടിലേക്ക് പോകാം. അമല് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ വലിയ തേരോട്ടം, UDFന്റെ തേരോട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്.